ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിസു യുച്ചിഹയുടെ ഫൈനൽ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് ഇറങ്ങിയിട്ടുള്ള പാർട്ടൊക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ലീഫ് വില്ലേജ് ആണ് കാണിക്കുന്നത്. വില്ലേജിൽ പെട്ടെന്നൊരു സൈറൻ മുഴങ്ങുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി ഓടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറോച്ചിമാറുവും ഡാൻസോയും ചേർന്ന് വില്ലേജിനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. വില്ലേജിനെ എന്ന് പറയുമ്പോൾ ആ ഒരു ഉച്ചിഹയുടെ ഭാഗത്തിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ഡാൻസോ തന്റെ കൂടെ ചേർന്നിട്ടുള്ള 10-50ഓളം അനുയായികളും ഒറോച്ചിമാറുവിന്റെ ആൾക്കാരും ചേർന്നുള്ള ഒരു വലിയ പടയാണ് വില്ലേജിന്റെ ഉച്ചിഹയുടെ ഭാഗത്ത് ആക്രമിക്കുന്നത്. അങ്ങനെ ഇതറിഞ്ഞ ഹിറുസൻ അതുപോലെ തന്നെ സുനാ മറ്റുള്ള ഷിനോബീസ് ഒക്കെ ഉച്ചിഹയുടെ ഭാഗത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി തുടങ്ങും. ഈ സമയമാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡാൻസോ ഈ വില്ലേജ് വിട്ട് പുറത്തു പോയി എന്ന് പറഞ്ഞല്ലേ. വില്ലേജ് വിട്ട് പുറത്ത് പോയ ഉടൻ തന്നെ ഒറോച്ചിമാറുവിന്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഒറോച്ചിമാറുമായിട്ട് ഒരു ഡീലിൽ വരുന്നു. ഒറോച്ചിമാറു, എനിക്ക് ഉച്ചിഹയെ ഇല്ലാതാക്കി ആ ഒരു 9 ടൈൽ ജിഞ്ചൂരിക്കായിട്ടുള്ള നറൂട്ടോയെ എനിക്ക് എടുക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഒറോച്ചിമാറു പറയുന്നത്, എന്നാൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഉച്ചിഹയുടെ ഒരു ബോഡി എനിക്ക് വേണം. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറോച്ചിമാറു തേടുന്നത് ഇമ്മോർട്ടൽ ആവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരു ബോഡി ഒറോച്ചിമാറുവിന് വേണം. അങ്ങനെ അവർ രണ്ടുപേരും ഈ ഒരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷമാണ് വില്ലേജിനെ ആക്രമിക്കുന്നത്. അങ്ങനെ ഒറോച്ചിമാറുവും ഡാൻസോയും ചേർന്ന് ഉച്ചിഹയെ ആക്രമിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഷിനോബീസ് ഒക്കെ അവിടെ എത്തി അവരുമായി ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ഇതേ സമയമാണ് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഷിസൂയിയെ കാണിക്കുന്നത്. ഷിസൂയി, ജിറായ, കക്കാഷി ഇവർക്കൊക്കെ ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ ഫൈനലി ഒബീറ്റോ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഒബീറ്റോ നമ്മുടെ കക്കാഷിയോട് പറയും, ഞാൻ ജീവനോടെ വരുമെന്ന് നീ കരുതിയില്ല അല്ലേ കക്കാഷി? ഞാൻ അത്രയധികം ജീവനോളം സ്നേഹിച്ച എന്റെ റിന്നിനെ നീ കൊന്നില്ലേ കക്കാഷി? എന്നാൽ ഇവിടെ കക്കാഷി ആണെങ്കിൽ ചിന്തിക്കുന്നത്, മിനാട്ടയും കുഷിനയുടെയും മരണത്തിന് കാരണം നമ്മുടെ ഒബീറ്റോ ആണ്. കൂടാതെ ആ 9 ടൈൽ ആക്രമിച്ചത് കൊണ്ട് വില്ലേജിൽ ഒരുപാട് പേർ മരിച്ചു. ഇതൊക്കെ ചിന്തിച്ച് ഇതിന്റെ കാരണം നമ്മുടെ ഒബീറ്റോ ആണെന്ന് അറിഞ്ഞ് നമ്മുടെ കക്കാഷിക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങും. ജിറായ പറയും, ഒബീറ്റോ ഉച്ചിഹ, നിന്റെ പുറകിൽ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? ജിഞ്ചുരിക്കളെ പിടിക്കാൻ നീ അക്കാട്സുക്കിയെ കൂട്ടിപ്പിടിച്ചു. ഇതിന്റെയൊക്കെ പുറകിൽ നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എന്നാൽ ഒബീറ്റോ ആണെങ്കിൽ ഇതിനൊന്നും ഉത്തരം കൊടുക്കില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഷിസൂയി ആണെങ്കിൽ ഒന്നും നോക്കില്ല, ആ ഒരു കോട്ടാമുട്സുകാമി വെച്ച് ഒബീറ്റോയെ ഗെഞ്ചിറ്റ്സുവിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒബീറ്റോ ഗെഞ്ചിറ്റ്സുവിൽ ആയ ഉടൻ തന്നെ ഒബീറ്റോ ആ ഒരു ഗെഞ്ചിറ്റ്സു ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. ഇതിനൊരു ചാൻസും ഇല്ല. ഒബീറ്റോ പറയും, നിന്റെ കോട്ടാമുട്സുകാമി ഒന്നും എന്റെ കയ്യിൽ വർക്കാകില്ല ഷിസൂയി. അപ്പോഴാണ് ഷിസൂയി പറയുന്നത്, അവന്റെ കയ്യിൽ ഒരുപാടധികം ചാക്രയുണ്ട്, അല്ലാതെ അവൻ ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഈ സമയം ജിറയൊക്കെ ഏകദേശം മനസ്സിലാവും, കാരണം ഒബീറ്റോന്റെ അകത്ത് ഹാഷിറാമ സെൽസ് ഉണ്ട് എന്ന്. അല്ലാതെ അവന് ആ ഒരു ഗെഞ്ചിറ്റ്സു ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞല്ലേ, അതായത് ഒബീറ്റോയുടെ പുറകിലായിട്ട് 1000ഓളം വരുന്ന വൈറ്റ് സെറ്റ്സുവിന്റെ ഒരു ആർമി ഉണ്ട് എന്ന്. അവരാണെങ്കിൽ ജിറായ, ഷിസൂയി, കക്കാഷി ഇവരെ നോക്കി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിറുസൻ ആണെങ്കിൽ ആ ഫൈറ്റ് നടക്കുന്ന അടുത്ത് എത്തിയിട്ടുണ്ടാകും. ഹിറുസൻ ഡാൻസോയെ കണ്ട ഉടൻ തന്നെ ചോദിക്കും, ഡാൻസോ നീ എന്താണ് ചെയ്യുന്നത്? വില്ലേജിനെതിരെ നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഡാൻസോ പറയും, ഹിറുസൻ, ഉച്ചിഹ എത്രത്തോളം ഈവിളാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയില്ല. എനിക്ക് ഉച്ചിഹയെ ഇല്ലാതാക്കാതെ ഒരു സമാധാനവുമില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ സുനാഡയും ഉച്ചിഹയിൽ എത്തിയിട്ടുണ്ടാകും. സുനാഡെ വന്ന ഉടൻ തന്നെ കാണുന്നത് ആ ഒരു സമണിങ് ആനിമലിന്റെ മുകളിൽ നിൽക്കുന്ന ഒറോച്ചിമാറുവിനെയാണ്. ഒറോച്ചിമാറു എന്ന് പറഞ്ഞ് സുനാഡെ വീടിന് മുകളിലൊക്കെ ചാടി പറന്നു വന്ന് ഒറോച്ചിമാറുവിനെ നോക്കി ഒരൊറ്റ പഞ്ച് കൊടുക്കും. ഒറോച്ചിമാറു ആണെങ്കിൽ തെറിച്ച് താഴെ വീഴുകയും ചെയ്യും. താഴെ വീണ് ഒറോച്ചിമാറു ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ്, സുനാഡെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്? സുനാഡെ പറയും, നീ ഓൾറെഡി കൈവിട്ട് പോയതാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ വില്ലേജിനെതിരായി തിരിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒറോച്ചിമാറു പറയും, സുനാഡെ നിന്റെ ഉള്ളിൽ ആ ഒരു ഷിനോബി ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് നിന്നെ പോലെ ആകേണ്ട, എനിക്ക് ഇമ്മോർട്ടൽ ആകണം. അതിന് ഒരു ഉച്ചിഹയുടെ ബോഡി എനിക്ക് വേണം. ആ ഒരു ഉച്ചിഹയുടെ കണ്ണുകൾ, ആ ഒരു ഷറിങ്കൻ, എനിക്കത് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ സുനാഡയുടെ വീക്ക്നെസ് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ്, അതായത് തന്റെ കൈയൊക്കെ മുറിച്ച് ഒറോച്ചിമാറുവിന്റെ കയ്യിൽ നിന്നും രക്തമൊക്കെ വരാൻ തുടങ്ങും. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഷിസൂയി ആൻഡ് ജിറായ ആണെങ്കിൽ ആ ഒരു വൈറ്റ് സെറ്റ്സു ആർമിയെ ആക്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ കക്കാഷി ആണെങ്കിൽ കയ്യിൽ ചിതോരിയൊക്കെ വെച്ച് ഒബീറ്റോയോട് പറയും, ഒബീറ്റോ എനിക്ക് നിന്നെ കൊല്ലാൻ താല്പര്യമില്ല, നീ മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ. നീ ചിലപ്പോൾ എന്നേക്കാൾ പവർഫുൾ ആയിരിക്കാം,
പോകാം ഒബീറ്റോ, എന്നാൽ എന്റെ കൂടെ 2 പവർഫുൾ ഷിനോബീസും കൂടിയുണ്ട്, വെറുതെ മത്സരിച്ച് സമയം കളയാൻ നിൽക്കേണ്ട. അങ്ങനെ നമ്മുടെ ഒബീറ്റോ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ ഇതുവരെയെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു വന്നവനാണ്, അപ്പോഴാണ് നിങ്ങൾ 3 പേര് എന്നും പറഞ്ഞ് നമ്മുടെ കക്കാഷി വാസസ് ഒബീറ്റോ എന്ന ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. കക്കാഷി ചിതോരി വെച്ച് ഓടി വന്ന് നമ്മുടെ ഒബീറ്റോയെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയം തന്നെ ഒബീറ്റോ ആ ഒരു ഇന്റേഞ്ചിബിലിറ്റി ഇല്ലേ, അതായത് ഒബീറ്റോയെ തൊടാൻ കഴിയാത്തൊരു അവസ്ഥയില്ലേ, അതിലേക്ക് പോകും. അപ്പോഴാണ് കക്കാഷിക്കും ഒബീറ്റോയുടെ റിയൽ പവർ എന്താണെന്ന് മനസ്സിലാവുന്നത്. പിന്നീട് ഒബീറ്റോ നോർമലായി ഇവർ തമ്മിൽ ഹാൻഡ് ടു ഹാൻഡ് ഒരു ഫൈറ്റ് നടക്കും. ഇവിടെ ഒബീറ്റോ ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കക്കാഷി മഡ്വാൾ യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നതും അങ്ങനെ തുടങ്ങി ടൈറ്റ് ആയിട്ട് ഇവരുടെ ഫൈറ്റും ഒരു ഭാഗത്ത് പോകും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഷിസൂയി ആൻഡ് ജിറയെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് സെറ്റ്സുവിന്റെ കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ വൈറ്റ് സെറ്റ്സു എന്ന് പറയുന്നത് ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പവർഫുൾ ആയ ആൾക്കാരൊന്നും അല്ല. എന്നാൽ വൈറ്റ് സെറ്റ്സുവിന്റെ ഒരു വലിയ കൂട്ടം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഫൈറ്റ് ചെയ്ത് ഇവരുടെ എനർജി അല്ലെങ്കിൽ ചാക്ര പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആക്കി പോകും. കൂടാതെ ഇവിടെ ജിറയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷിസൂയിക്ക് ചാക്രയുടെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജിറായ എന്ത് ചെയ്യും, ആ ഒരു വലിയ ഗാമബുണ്ടയെ, അതായത് ആ ഒരു ടോഡിനെ സമൺ ചെയ്ത് ആ ഒരു ടോഡ് വളരെ എളുപ്പത്തിൽ ബാക്കിയുള്ള വൈറ്റ് സെറ്റ്സു ആർമിയെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങും. ഈ സമയം ജിറായ നമ്മുടെ ഷിസൂയോട് പറയുന്നുണ്ട്, നീ ഷറിംഗൻ വെച്ച് ഫൈറ്റ് ചെയ്താൽ നിന്റെ ചാക്ര പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകും, പിന്നെ നമുക്ക് ഒബീറ്റോ ആയിട്ട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് അവന്റെ പ്ലാനും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഷിസൂയി ആണെങ്കിൽ തന്റെ ഷെറിംഗണിൽ നിന്നും നോർമൽ കണ്ണുകളാക്കി മാറ്റി വൈറ്റ് സെറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഇതേ സമയം ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുനാഡെ ആണെങ്കിൽ ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഒറോച്ചിമാറുവിന് സുനാഡയുടെ വീക്ക്നെസ് അറിയാവുന്നത് കൊണ്ട് തന്നെ സുനാഡെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ആയതുപോലെ താഴെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങും. ഈ സമയമാണ് നമ്മുടെ ഫുഗാക്കോ, അതായത് നമ്മുടെ സാസ്കയും ഇറ്റാച്ചിയുടെയും ഫാദർ ഡാൻസോയുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഹിറുസൻ പറയും, ഫുഗാക്കോ ഡാൻസോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഉച്ചിഹയിലെ ആൾക്കാരും പ്രധാനമായിട്ടും ആ നറൂട്ടോയും സേഫാക്കി വെക്കണം എന്ന് പറയും. അപ്പോഴാണ് ഫുഗാക്കു ഓടിച്ചെന്ന് നമ്മുടെ മിക്കാട്ടോയുടെ അടുത്ത് എത്തുന്നു, അതായത് നമ്മുടെ സാസ്കയുടെ അമ്മ. അപ്പോൾ അവരോട് നറൂട്ടോയും സാസ്കെ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും അവർ ഇറ്റാച്ചിയുടെ കൂടെ പുറത്ത് ട്രെയിനിങ് ചെയ്യാൻ പോയതാണ് എന്ന് തിരിച്ചു പറയുന്നു. ഇതേ സമയമാണ് നമ്മുടെ ഇറ്റാച്ചി കുട്ടി നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവരെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഉച്ചിഹയിൽ അറ്റാക്ക് നടക്കുന്ന കാര്യം ഇവർ മനസ്സിലാക്കി ഇവരെ 3 പേരെയും വില്ലേജിന്റെ ഒരു ഭാഗത്തെ ഒരു വീട്ടിൽ സേഫ് ആക്കി വെച്ചു. 3 പേരോടും ഇറ്റാച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന്. അങ്ങനെ ഇവരെ സേഫ് ആക്കി വെച്ച് ഇറ്റാച്ചി ആണെങ്കിൽ ഇറ്റാച്ചി ഉച്ചിഹയിലേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതേ സമയം മറുഭാഗത്ത് ഒബീറ്റോ ആൻഡ് കക്കാഷി ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കക്കാഷി ഇവിടെ ഫൈറ്റ് ചെയ്ത് കുറച്ച് വീക്ക് ആയിട്ടുണ്ടാകും. ഇതേ സമയം നമ്മുടെ ജിറായുടെ ആ ഒരു വലിയ ടോഡാണെങ്കിൽ വൈറ്റ് സെറ്റ്സുവിന്റെ ആർമിയെ ഒരു പരിധി വരെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. അതിനുശേഷം ആ ഒരു ജിറായുടെ 2 ടോഡില്ലേ, ആ ഒരു ഷോൾഡറിൽ ഇരിക്കുന്ന ടോഡ്, അതിലെ ഒരു ടോഡ് നമ്മുടെ കക്കാഷിയുടെ ഷോൾഡറിൽ വന്നിരിക്കും. കാരണം കക്കാഷിക്ക് ഇപ്പോൾ ചാക്ര കുറവായതുകൊണ്ട് ആ ഒരു ടോഡിന്റെ ചാക്ര കക്കാഷിക്ക് ഷെയർ ചെയ്യും. കക്കാഷി ഇനി നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ജിറായും ഷിസൂയി ആണെങ്കിൽ ഒബീറ്റോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം വൈറ്റ് സെറ്റ്സും ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഈ സമയം നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ആ ഒരു ഇന്റൻസിബിലിറ്റി പവർ വെച്ച് നമ്മുടെ ഷിസൂയിക്കും ജിറായ്ക്കും ഒബീറ്റോയെ തൊടാൻ കഴിയുന്നില്ല. കാരണം ഒബീറ്റോ ഇങ്ങനെ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ഒബീറ്റോ ഇങ്ങനെ മനസ്സിൽ പറയും, ഷിസൂയും കക്കാഷി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ ജിറായ വന്നതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്ര മോശമായത്. എന്തായാലും ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് ഒബീറ്റോക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഒബീറ്റോ വേറെ വഴിയില്ലാതെ കാമോയി വെച്ച് ടെലിപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ഒബീറ്റോ കാമോയി വെച്ച് ടെലിപ്പോർട്ട് ആയി അതേ സ്ഥലത്ത് തന്നെയാണ് തിരിച്ചെത്തുന്നത്. ഇവിടെ ജിറായും ഷിസൂയിക്കും ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകില്ല. നമ്മുടെ ഒബീറ്റോ തന്നെ ഒന്ന് ഞെട്ടിപ്പോകും, ഞാൻ എങ്ങനെയാണ് ടെലിപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്തിയത് എന്നിങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ദൂരെ നിന്ന് കക്കാഷി പതിയെ ചിരിക്കാൻ തുടങ്ങുന്നത്. അതായത് ഇവിടെ ഒബീറ്റോ കാമോയി വെച്ച് ടെലിപ്പോർട്ട് ആകുന്ന ആ ഒരു സമയം കക്കാഷിയും ആ ഒരു കാമോയി വെച്ച് അത് ഡിക്റ്റേറ്റ് ചെയ്ത് ആ ഒരു കാമോയെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒബീറ്റോ കാമോയി വെച്ച് ടെലിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അത് റിവേഴ്സ് ആയി ഒബീറ്റോ വന്ന സ്ഥലത്ത് തന്നെ ഇവിടെ എത്തുന്നു. അങ്ങനെ ഒബീറ്റോയ്ക്കും ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഓടി ഉച്ചിയയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ഡാൻസോയും ഒറോച്ചിമാറും ചേർന്ന് ഉച്ചിയെ ആക്രമിക്കുന്നത് ഇറ്റാച്ചി കാണുന്നത്. അതായത് നമ്മുടെ ഡാൻസോ ഹിറുസനായിട്ടും ഒറോച്ചിമാറു ഫുഗാക്കോ ആയിട്ടും ഫൈറ്റ് ചെയ്യുന്നത് കാണും. ഈ സമയമാണ് നമ്മുടെ ഇറ്റാച്ചി ഡാൻസോയെ കണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. കാരണം ഡാൻസോ കാരണമല്ല ഇറ്റാച്ചി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഇറ്റാച്ചി ആണെങ്കിൽ പതിയെ കാമായി ഉച്ചയിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാതെ തിരിച്ച് ഓരോ ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുട്ടി നറൂട്ടോ, സാസ്കെ, സാക്കുറ 3 പേരാണെങ്കിൽ ആ ഒരു വീടിനുള്ളിൽ സേഫ് ആയി ഇരിക്കുകയാണ്. അങ്ങനെ ഇവിടെ സാസ്കെ പറയും, ബിഗ് ബ്രദർ ഇറ്റാച്ചി ഇവിടെ സേഫ് ആയി ഇരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, നമ്മൾ ഒരു കാരണവശാലും
കാരണവശാലും പുറത്തു പോകരുത്. ഈ സമയം നമ്മുടെ വാശിക്കാരനായിട്ടുള്ള നറൂട്ടോ പറയും, എനിക്ക് ഇവിടെ ഇരിക്കാനൊന്നും കഴിയില്ല, ഞാൻ എന്തായാലും പോയി ഫൈറ്റ് ചെയ്യും, മറ്റുള്ളവരെ രക്ഷിക്കും, എനിക്കൊരു ഹൊക്കാഗെ ആവണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീട് വിട്ട് പുറത്തേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. സാക്കുറയാണെങ്കിൽ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നറൂട്ടോ പോകുന്നത് കൊണ്ട് നമ്മുടെ സാസ്കയും പുറകെ ഓടും. സാസ്കെ പുറകെ ഓടുന്നത് കണ്ട് നമ്മുടെ സാക്കുറയും പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ 3 പേരും ഉച്ചിഹ നോക്കി ഓടാൻ വേണ്ടി തുടങ്ങും. ഈ സമയം നമ്മുടെ ഡാൻസോ വാസസ് ഹിറുസൻ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഓൾമോസ്റ്റ് വയസ്സായതുകൊണ്ട് വിചാരിച്ചതുപോലെ അങ്ങ് ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇവിടെ നമ്മുടെ ഹിറുസനും ഡാൻസോ ആണെങ്കിൽ താഴെ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഡാൻസോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് പറയും, എനിക്കെതിരെ ആര് വന്നാലും ഞാൻ അവരെ കൊല്ലാൻ കൂടി മടിക്കില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്തുണ്ടായ ആ ഒരു സ്വാഡ് എടുത്ത് ഹിറുസനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഹിറുസനെ അറ്റാക്ക് ചെയ്ത ഉടൻ തന്നെ ഡാൻസോയുടെ പുറകിൽ നിന്നും ആ ഒരു ഹിറുസന്റെ സമണിങ് ആനിമൽ ഇല്ലേ, അത് നമ്മുടെ ഡാൻസോയുടെ പുറകിൽ നിന്നും മറ്റൊരു സ്വാഡ് എടുത്ത് കുത്തുന്നു. അതായത് രണ്ടുപേരും ഓൾമോസ്റ്റ് മരിക്കാനായ അവസ്ഥയിലായി. ഈ കറക്റ്റ് സമയത്താണ് നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവർ 3 പേരും ഇവിടെ എത്തുന്നത്. ഇതേ സമയം നമ്മുടെ സാസ്കെ ആണെങ്കിൽ തേർഡ് ഹൊക്കാഗെ എന്ന് പറഞ്ഞ് ഹിറുസന്റെ അടുത്ത് ഓടി അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഹിറുസൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡാൻസോയും. ഈ സമയം നമ്മുടെ മൈഗൈ സെൻസെ, ആസുമ സെൻസെ, അതുപോലെ തന്നെ കുറനായി സെൻസെ ഇവരൊക്കെ ആണെങ്കിൽ മറ്റൊരു മിഷനിൽ പുറത്തു പോയതുകൊണ്ട് വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ സാസ്കയെ കാണിക്കുന്നു. സാസ്കെ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴതാ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ ട്രാപ്പിൽ പെട്ടുപോയ സുനാഡെയും അതുപോലെ തന്നെ ഫുഗാക്കു, അതായത് തന്റെ ഫാദറിനെയും കാണുന്നു. അതായത് നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ തന്റെ ആ ഒരു 2 സ്നേക്ക് വെച്ച് ഫുഗാക്കു ആൻഡ് സുനാഡെ ഇവരെ 2 പേരെയും പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ ഈ സമയം നമ്മുടെ കുട്ടി സാസ്കെ ആണെങ്കിൽ ഫാദർ എന്ന് പറഞ്ഞ് നമ്മുടെ ഫുഗാക്കുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സാക്കുറ പറയും, അവിടേക്ക് പോകല്ല, അവിടെ ഒറോച്ചിമാറു ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ സാസ്കെ ഫുഗാക്കുവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോഴാണ് ഒറോച്ചിമാറു പെട്ടെന്ന് തന്നെ കുറച്ച് ഷുറിക്കൻ എടുത്ത് സാസ്കെക്ക് നേരെ എറിയുന്നു. എന്നാൽ ഇത് കണ്ട ഉടൻ തന്നെ നറൂട്ടോ ആണെങ്കിൽ ഓടി വന്ന് സാസ്കെയുടെ മുന്നിലായി ചാടി വീണ് ആ ഒരു ഷുറിക്കൻ അറ്റാക്കൊക്കെ നമ്മുടെ നറൂട്ടോക്ക് കണ്ട് തെറിച്ച് താഴെ വീഴുന്നു. അങ്ങനെ നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ ആ ഒരു പാമ്പിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി പതിയെ സാസ്കെയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഫുഗാക്കുവിന്റെ മകൻ, നിന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഒറോച്ചിമാറു നമ്മുടെ കുട്ടി സാസ്കെയുടെ ഷോൾഡറിന് പിടിച്ച് വലിച്ച് ഒറോച്ചിമാറു പുറകിലോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ സൈഡിലൂടെ മറ്റൊരു വലിയ പണി വരാൻ പോവുകയാണ്. അതായത് ആ നറൂട്ടോയുടെ ബോഡിയിൽ ഷുറിക്കനൊക്കെ വന്ന് ആ ഒരു വേദനയും ദേഷ്യവും ഒക്കെ പുറത്ത് വന്ന് നറൂട്ടോയുടെ ഉള്ളിൽ നിന്നും പതിയെ കുറാമ ചാക്ര വരാൻ തുടങ്ങും. സുനാഡെ കണ്ട ഉടൻ തന്നെ പറയും, നറൂട്ടോയുടെ ഉള്ളിൽ നിന്ന് കുറാമ ചാക്ര വരുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഈ സമയം നമ്മുടെ കുട്ടി നറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി നറൂട്ടോ ആണെങ്കിൽ ആ ഒരു നറൂട്ടോയുടെ ഇന്നർ വേൾഡിലാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ കുട്ടി നറൂട്ടോ പതിയെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഇത് എവിടെയാണ് ഉള്ളത്, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് പതിയെ എഴുന്നേൽക്കുമ്പോൾ ദൂരെ 2 ആൾക്കാരെ കാണുന്നു. എന്നാൽ അത് ആരാണെന്ന് കറക്റ്റായി മനസ്സിലായില്ല. അതിനു മുൻപ് തന്നെ നറൂട്ടോയ്ക്ക് തന്റെ ബോധം വരുന്നു. കാരണം നമ്മുടെ ഫുഗാക്കു ആണെങ്കിൽ തന്റെ ആ ഒരു ഷറിംഗൺ വെച്ച് നറൂട്ടോയെ കൺട്രോളിൽ എടുത്തിട്ടാണ് ഉണ്ടാവുക. എന്നാൽ ഫുഗാക്കു ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് കുറെ സമയം ഇങ്ങനെ നറൂട്ടോയെ കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിയില്ല. അങ്ങനെ ഇത് കണ്ട് ഒറോച്ചിമാറു പറയും, നിങ്ങളുടെ ഉച്ചിഹയുടെ ആ ഒരു ഷറിംഗൺ അത് അടിപൊളിയാണ്, എന്നാൽ അത് നൈൻറ്റെയിലിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒറോച്ചിമാറു ആണെങ്കിൽ സാസ്കയെ വലിച്ച് പുറകിലോട്ട് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സാസ്കെ ആണെങ്കിൽ താഴേക്ക് വീഴുന്നു. ഈ സമയം ഒറോച്ചിമാറുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒറോച്ചിമാറുവിന്റെ ഒരു കൈ ആരോ വെട്ടി. അങ്ങനെ ഒറോച്ചിമാറു തിരിഞ്ഞു നോക്കുമ്പോഴതാ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹ. ഈ സമയം ഇറ്റാച്ചി ആണെങ്കിൽ ഒറോച്ചിമാറുവിനെ നോക്കി, ആരടാ എന്റെ അനിയനെ തൊട്ടേ എന്ന രീതിയിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കാൻ തുടങ്ങും. ഈ സമയം ഒറോച്ചിമാറു പറയും, ഇറ്റാച്ചി ഉച്ചിഹ, എനിക്ക് നിന്നെ അറിയാം. ഈ സമയം സാസ്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി നമ്മുടെ നറൂട്ടോയുടെ അടുത്തെത്തി നറൂട്ടോയെ പതിയെ ആശ്വസിപ്പിച്ച് പഴയതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ തന്നെ സാക്കുറയും അവിടേക്ക് ഓടി എത്തുന്നുണ്ടാകും. ഈ സമയം ഒറോച്ചിമാറു വാസസ് ഇറ്റാച്ചി എന്ന ഫൈറ്റ് നടക്കുകയാണ്. നമുക്കറിയാം എത്രയൊക്കെ ലെജൻഡറി സനിയൻ എന്ന് പറഞ്ഞാലും ഇറ്റാച്ചിയുടെ മുന്നിൽ അതൊന്നും നടക്കില്ല. ഇറ്റാച്ചി എടുത്തിട്ട് നമ്മുടെ ഒറോച്ചിമാറുവിനെ അലക്കാൻ തുടങ്ങും. ഈ സമയമാണ് ട്രാപ്പിലായിട്ടുള്ള സുനാഡെ നമ്മുടെ ഫുഗാക്കുവിനോട് ചോദിക്കുന്നത്, ഫുഗാക്കു, നിന്റെ ഷറിംഗൻ വെച്ച് നിനക്ക് ഒറോച്ചിമാറുവിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ലേ, പിന്നെ എന്താണ് നീ അത് ചെയ്യാത്തത്? എന്റെ ഷറിംഗന്റെ പവർ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതല്ല. എനിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര പവർഫുൾ ആണത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഒബീറ്റോ വാസസ് കക്കാഷി എന്ന ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒബീറ്റോ ഇവിടെ പലതവണ ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കക്കാഷി ഇത് ചെയ്യുന്നതിനനുസരിച്ച് കക്കാഷിയുടെ ചാക്ര ഡ്രെയിൻ ആകുന്നു. ആ ഒരു കണ്ണിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ വേണ്ടി തുടങ്ങും. എന്നാലും ആ ഒരു ജിറായുടെ ടോഡ് ഒരു പരിധിവരെ കക്കാഷിക്ക് ചാക്ര കൊടുക്കുന്നത് കൊണ്ട് അത് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒബീറ്റോയെ നോക്കിക്കഴിഞ്ഞാൽ ഒബീറ്റോയ്ക്ക് ഹാഷിരാമ സെൽസ് ഉണ്ടെങ്കിൽ കൂടി ഇത്രയും സമയം കണ്ടിന്യൂ ആയി ഫൈറ്റ് ചെയ്തും അതുപോലെ തന്നെ കാമോ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഒരുപാടധികം ചാക്ര ഡ്രെയിൻ ആയി ക്ഷീണിച്ച് കിതച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി ദേഷ്യം വന്ന ഒബീറ്റോ ആണെങ്കിൽ കക്കാഷി എന്ന് പറഞ്ഞ് ഒരു കുണായി എടുത്ത് കക്കാഷിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഷിസൂയി ആണെങ്കിൽ തന്റെ കോട്ടാമിഡ്സുക്കാമി വെച്ച് നമ്മുടെ ഒബീറ്റോയെ ഗെഞ്ചിറ്റ്സുവിലേക്ക് ആക്കും. ഒബീറ്റോ ഫൈനലി ആ ഒരു ഷിസൂയുടെ ഗെഞ്ചിറ്റ്സുവിൽ പെട്ടുപോകുന്നു. അപ്പോൾ തന്നെ ജിറയാണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള സീൽ ഉപയോഗിച്ച് ഒബീറ്റോയുടെ മേൽ വെച്ച് ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അതായത് ഫൈനലി നമ്മുടെ ഒബീറ്റോയെ പിടിക്കുന്നു.
കൊടുക്കുന്നു. ഇതേ സമയം നമ്മുടെ ഇറ്റാച്ചിയെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചിയും ഫൈനലി നമ്മുടെ ഒറോച്ചിമാറുവിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ അതോടുകൂടി ഈ ഒരു ഷിസുയി ഉച്ചിഹ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസും ഇവിടെ എൻഡ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു ഫൈനൽ പാർട്ട് ലേറ്റ് ആകാനുള്ള ഒരു റീസൺ ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഒരുപാട് തവണ സ്റ്റോറി എഴുതിയിട്ട് ഒരു മെനയില്ലാത്തത് കൊണ്ട് അവസാനം ഞാൻ ഇങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യിപ്പിച്ചത്. ഇത് ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യൂ. ഇനി നെക്സ്റ്റ് ഏത് വാട്ട് ഇഫ് തിയറി വേണമെന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് നോക്കി നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.